ഞാൻ ഡോക്ടർ കൃഷ്ണ പി സുനിൽ, കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ് ആൻഡ് ലാപ്രോസ്കോപ്പിക് സർജൻ, സാൻജ ഹോസ്പിറ്റൽ. ഇന്ന് നമ്മുടെ ടോപ്പിക് PCOD അല്ലെങ്കിൽ PCOS. എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു വാക്കാണ് PCOS. എന്താണ് ഈ PCOS? PCOS എന്ന് പറയുന്നത് ഒരു മെറ്റബോളിക് ഡിസ്റ്റർബൻസ് കാരണം അല്ലെങ്കിൽ ഇൻബാലൻസ് കാരണം നമ്മുടെ ശരീരത്തിൽ, യൂഷ്വലി പെണ്ണുങ്ങളുടെ ശരീരത്തിൽ ആണുങ്ങളുടെ ഹോർമോൺ തന്മേഷം ഉണ്ടാകും, ഒരു മിനിമം ലെവലിലൊക്കെ ഉണ്ടാകും. പക്ഷേ ഈ PCOS വരുമ്പോഴത്തേക്കും ഈ ഹോർമോണിന്റെ അളവ് കുറച്ച് അധികമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യും. അത് കാരണം ഈ ഫേഷ്യൽ ഹെയർ അല്ലെങ്കിൽ ചുണ്ടിന്റെ മുകളിലുള്ള ഹെയറുകൾ, കുരു, തലയിൽ ഉള്ള മുടിയുടെ അളവ് കുറവ്, ആണുങ്ങളുടെ ഫീച്ചേഴ്സ് പോലെ വന്നു തുടങ്ങും. പിന്നെ ഉള്ളത് നമ്മുടെ പീരീഡ്സ്, എല്ലാ മാസം വരേണ്ട പീരീഡ്സ് കുറച്ച് ഇറഗുലർ ആവാൻ തുടങ്ങും. ഇറഗുലർ എന്ന് പറഞ്ഞാൽ അത് ചിലർക്കൊരു 2 മാസം കൂടുമ്പോൾ ആകാം, ചിലർക്കൊരു 4 മാസം കൂടുമ്പോൾ ആവാം, ചിലർക്ക് ഇങ്ങനെ മരുന്ന് കഴിച്ചാൽ മാത്രം പീരീഡ്സ് വരുന്ന രീതിയിലേക്ക് വരെ വരാറുണ്ട്. പിന്നെ വരുന്നത് നമ്മൾ സ്കാൻ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ഓവറീസുകൾ ഒരു ചെറിയ ചെറിയ കുമിളകൾ പോലെ ഇങ്ങനെ കുരുകുരുവാ ഇരിക്കുന്നുണ്ടാവും. അങ്ങനെയുള്ള ഫീച്ചേഴ്സൊക്കെ കാണുവാണെങ്കിൽ അത് നമ്മൾ സ്കാൻ റിപ്പോർട്ടിൽ ഇങ്ങനെ കാണും PCOD എന്ന്. ഈ ഒരു കണ്ടീഷനെ പോളിസിസ്റ്റിക് ഓവറീസ് പറയും. പോളി എന്ന് പറയുമ്പോഴത്തേക്കും പല മിനി, സിസ്റ്റിക് എന്ന് പറയുന്നത് കുറേ സിസ്റ്റുകളൊക്കെ ഇങ്ങനെ കുരുകുരാന്നിരിക്കുന്നുണ്ടാവും. ഈ 3 കണ്ടീഷൻസും കൂടെ വരുമ്പോഴാണ് നമ്മൾ PCOS എന്ന് പറയുന്നത്. ഈ അഡോളസന്റ് ഏജ് ഗ്രൂപ്പ് യൂഷ്വലി പീരീഡ്സ് ആയി കഴിഞ്ഞിട്ട് ഒരു 3 വർഷം വരെ പീരീഡ്സ് എല്ലാ മാസം വരണം എന്നില്ല. ഒരു ചിലർക്ക് റെഗുലറൈസ് വരാനായിട്ട് കുറച്ച് ടൈം എടുക്കും. അങ്ങനെയുള്ള കണ്ടീഷൻസിൽ മാത്രം നമ്മൾ PCOS എന്ന് ഡയഗ്നോസിൽ എത്തണമെങ്കിൽ ഈ 3 ക്രൈറ്റീരിയയും ഫുൾഫിൽ ചെയ്തിരിക്കണം. അല്ലാതുള്ള ഒരു 18 വയസ്സിൻ്റെ മുകളിലുള്ള സ്ത്രീകളിലാണെങ്കിൽ ഈ 3 കണ്ടീഷനിൽ ഏതെങ്കിലും 2 പോസിറ്റീവ് ആയാൽ മതി. 2 കണ്ടീഷൻസും ഫുൾഫിൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ PCOD എന്ന് പറയും. PCODയുടെ റീസൺ എന്താണ്? റീസൺ നമുക്ക് ഈ സ്റ്റഡീസിലൊന്നും കാര്യമായിട്ട് ഇന്ന റീസൺ ഒന്നും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ നമ്മുടെ സ്റ്റഡീസിൽ കണ്ടുപിടിച്ച ജനറ്റിക് കോസ് ആയിട്ടാണ്. എന്ന് വെച്ചാൽ നമ്മൾ ജനറ്റിക്കലി നമ്മുടെ ഓവറീസ് പോളിസിസ്റ്റിക് ആണ്. നമ്മുടെ ഓവറിയുടെ ഒരു സ്വഭാവമാണ് ഓവറീസിൻ്റെ ഇങ്ങനെ ഓവുലേഷൻ നടക്കാണ്ട് ഇങ്ങനെ കുരുക്കളായി ഇരിക്കുക എന്നുള്ളത്. നമ്മൾ എന്തൊക്കെ സിംറ്റംസ് നമുക്ക് തോന്നുമ്പോഴാണ് ഡോക്ടറെ കാണേണ്ടത്. എന്തൊക്കെയാണ് സിംറ്റംസ്? ഫസ്റ്റ്, നമ്മുടെ പീരീഡ്സ് ഇറഗുലർ ആകും. ഇറഗുലർ എന്ന് പറയുമ്പോൾ എല്ലാ മാസം പീരീഡ്സ് വരില്ല. ചിലപ്പോൾ ഒരു 2 മാസം 3 മാസം ഒക്കെ ആകുമ്പോഴത്തേക്കും പീരീഡ്സ് വരിക. അല്ലെങ്കിൽ പീരീഡ്സ് വരുന്നതിൻ്റെ അളവ് വളരെ കുറവായിരിക്കും. ജസ്റ്റ് ഒരു സ്പോട്ടിങ് പോലെ ജസ്റ്റ് ഒന്ന് മാറ്റും. അല്ലെങ്കിൽ ഒരു ദിവസം കാര്യമായിട്ട് ബ്ലീഡിങ് ഒന്നുമില്ല, ജസ്റ്റ് ഒരു പാഡ് നനയെന്നുള്ള രീതിയിൽ മാത്രം പീരീഡ്സ് വരിക, ഫ്ലോ വരിക. അതൊരു റീസൺ. പിന്നെ പറഞ്ഞാൽ മുഖത്ത് നിറയെ കുരുകൾ വരിക, അല്ലെങ്കിൽ ഈ ചുണ്ടിൻ്റെ മുകളിലുള്ള ഹെയർ ഗ്രോത്ത്, ചിന്നിലുള്ള ഹെയർ ഗ്രോത്ത്, അല്ലെങ്കിൽ നമ്മുടെ ചെസ്റ്റ് ഭാഗം, വയറ് ഭാഗം, അവിടെയൊക്കെ ഹെയറിൻ്റെ ഗ്രോത്തിൻ്റെ അളവ് കുറച്ച് കൂടുതലായിട്ട് വരിക. തലമുടി കൊഴിയുക, കുറച്ചൊരു വണ്ണം വെച്ച് വരുന്ന പോലെ തോന്നുക, അല്ലെങ്കിൽ കഴുത്തിൻ്റെ ചുറ്റുമുള്ള കറുപ്പുകൾ, ഇതൊക്കെയാണ് കുറച്ച് സിംറ്റംസ് ആയിട്ട് വരുന്നത്. വേറൊരു കാര്യം, സ്ഥിരമായിട്ട് എൻ്റെ അടുത്ത് വരുന്നൊരു പേഷ്യൻസ് പറയുന്ന, ഡോക്ടറെ ഞാനൊരു വെറുതെ ഒന്ന് സ്കാൻ ചെയ്ത് നോക്കിയതാണ്, അപ്പോൾ എൻ്റെ ഓവറീസിൽ പോളിസിസ്റ്റിക് ഓവറീസിൽ കണ്ടു, അത് കുഴപ്പമുണ്ടോ? അതാണ് ഒരു ചോദ്യം കൂടുതലും വരുന്നത്. എന്ന് വെച്ചാൽ ഒരു നോർമൽ ആയിട്ടുള്ള ഒരാൾക്ക് 20% പേർക്ക് കാണാറുണ്ട് ഈ പോളിസിസ്റ്റിക് ഓവറീസ്. പക്ഷെ അവർക്ക് വേറെ സിംറ്റംസ് ഒന്നും ഉണ്ടാവില്ല. പിന്നെ അതുപോലെ തന്നെ ഈ സ്കാനിൽ നമ്മൾ പോളിസിസ്റ്റിക് ഓവറീസ് കണ്ടു എന്ന് വെച്ച് മാത്രം നമ്മൾ PCOS എന്നുള്ള ഡയഗ്നോസിസിലോട്ട് എത്തില്ല. ബാക്കിയുള്ള സിംറ്റംസും എല്ലാം വെച്ചിട്ടാണ് നമ്മൾ നോക്കുക. പിന്നെ ഇനി എങ്ങനെയാണ് നമ്മൾ PCOS മാനേജ് ചെയ്യേണ്ടത്? PCOS നമ്മൾ മെയിൻ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതശൈലികളിൽ വരുന്ന ചെറിയ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ട് നമുക്ക് ഈ PCOSനെ ഞങ്ങൾ മാനേജ് ചെയ്യാൻ പറ്റാവുന്നേ ഉള്ളൂ. എന്തൊക്കെ ചെയ്യണം? 1, വെയിറ്റ് റിഡക്ഷൻ. വണ്ണമുള്ള ഒരാളാണെങ്കിൽ വെയിറ്റ് റെഡ്യൂസ് ചെയ്യുക. അതെന്ന് വെച്ചാൽ ഒരു 5% തൊട്ട് 10% വരെ നമ്മുടെ വെയിറ്റ് കുറച്ച് കഴിയുമ്പോൾ തന്നെ ഈ ഇറഗുലർ പീരീഡ്സും നമുക്കുണ്ടാവുന്ന ഈ ബാക്കിയുള്ള സിംറ്റംസൊക്കെ കുറഞ്ഞു വരുന്നതായിട്ട് കാണാറുണ്ട്. പിന്നെ നമ്മുടെ ബോഡി എപ്പോഴും കുറച്ച് ആക്റ്റീവായിട്ടിരിക്കുക. അതിൽ ഫാറ്റിൻ്റെ ഒരു പ്രൊഡക്ഷൻ അധികം അങ്ങോട്ട് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ബോഡി ഒന്ന് ആക്റ്റീവായിരിക്കാനും ഒക്കെ വേണ്ടിയിട്ട് എക്സസൈസ് ഡെയിലി നമ്മുടെ ഒരു റൊട്ടീനായിട്ട് എടുക്കുക എക്സസൈസ്. ഇത് രണ്ടും ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ പോളിസിസ്റ്റിക് ഓവറി സിൻഡ്രോം എന്ന് പറയുന്നത് നമ്മൾ കുറേയൊക്കെ കൺട്രോൾ ചെയ്ത് പിടിക്കാൻ പറ്റും. പിന്നെയാണ് സെക്കൻഡ് ലൈൻ മാത്രമാണ് നമ്മൾ വരുന്ന മരുന്നുകൾ. നമുക്ക് മരുന്ന് ഹോർമോൺ ടാബ്ലറ്റ്സ് ഉണ്ട്, അല്ലാണ്ടുള്ള വൈറ്റമിൻ ടാബ്ലറ്റ്സ് ഉണ്ട്, ഓവറിയുടെ ഫംഗ്ഷനൊക്കെ ഒന്ന് ഉഷാറാക്കാൻ വേണ്ടിയിട്ടുള്ളത്. അതൊക്കെ നമ്മളൊരു സെക്കൻഡ് ലൈൻ ട്രീറ്റ്മെൻ്റ് ആയിട്ടാണ് കൂട്ടുന്നത്. പിന്നെ ഒരു ചോദ്യമാണ്, ഡോക്ടറെ എനിക്ക് പീരീഡ്സ് ഒരു 3 മാസം അല്ലെങ്കിൽ ഒരു 6 മാസം കൂടുമ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ വരാറുണ്ട്, പക്ഷേ എനിക്ക് പിള്ളേരൊക്കെ ആയി, ഇനിയിപ്പോൾ എല്ലാ മാസവും പീരീഡ്സ് വരണമെന്ന് നിർബന്ധമുണ്ടോ?
വർഷത്തിൽ ഒരു പ്രാവശ്യമൊക്കെ വന്നാൽ പോരെ എന്ന് വന്ന് ചോദിക്കുന്നവരും ഉണ്ട്. അതിന് ഞാൻ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾക്ക് എവറി മന്ത് പീരീഡ്സ് വരണമെന്ന് നിർബന്ധമില്ല. എവറി 3rd മന്തെങ്കിലും പീരീഡ്സ് വരണം. അത് എന്തുകൊണ്ട് പറയണമെന്ന് വെച്ചാൽ, ഈ പീരീഡ്സ് വരാണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ യൂട്രസിൻ്റെ ഉള്ളിൽ ഒരു കട്ടിയുണ്ട്, എൻഡോമെട്രിയം. ഈ എൻഡോമെട്രിയത്തിൻ്റെ തിക്നെസ് കൂടി കുറഞ്ഞു. ഈ പീരീഡ്സ് വരാണ്ടിരിക്കുമ്പോഴത്തേക്കും യൂഷ്വലി നമ്മുടെ ഒരു മന്ത് വരുമ്പോഴത്തേക്കും പീരീഡ്സ് ആകുമ്പോഴത്തേക്ക് ഈ എൻഡോമെട്രിയൽ ഷെഡിങ് ആണ് സംഭവിക്കുന്നത്. അപ്പോൾ നമ്മുടെ PCOS കണ്ടീഷൻസിൽ നമ്മുടെ ഈ എൻഡോമെട്രിയം ഷെഡ് ചെയ്യുന്നില്ല. അത് അവിടെ ഇങ്ങനെ അടിങ്ങി കുറച്ച് കട്ടിയായിട്ട് വരുവാണെങ്കിൽ ലോങ് ടേം ആയിട്ട് ഒരു കോംപ്ലിക്കേഷൻ എൻഡോമെട്രിയൽ കാർസിനോമയാണ്. അത് ചിലപ്പോൾ ഒരു ക്യാൻസർ ആയിട്ടൊക്കെ മാറാനുള്ള സാധ്യതയുണ്ട്. പിന്നെ വരുന്നത് PCOS ഉള്ളവർ കണ്ടുവരുന്നത് ടൈപ്പ് 2 ഡയബറ്റിസ്, ഷുഗറിൻ്റെ അസുഖം വരിക, അല്ലെങ്കിൽ ഹാർട്ടിൻ്റെ അസുഖം വരിക, പ്രഷർ, കൊളസ്ട്രോള്. പിന്നെ ഇപ്പോൾ ഒരു 3% കണ്ടുപിടിക്കുന്നതാണ് നോൺ ആൽക്കഹോളിക് ലിവർ ഡിസീസ്, അത് കണ്ടുപിടിക്കാറുണ്ട്. പിന്നെ ആൻസൈറ്റി, ഡിപ്രഷൻ എന്നിവ അസുഖങ്ങളൊക്കെ കൂടുതലായിട്ട് ഈ PCOS ഉള്ളവർക്ക് കാണാറുണ്ട്. അപ്പോൾ PCOS വെറുതെ നമുക്ക് ട്രീറ്റ് ചെയ്യാണ്ട് വിടാണ്ടിരിക്കാൻ കഴിയില്ല.